ബഹുമാനമുള്ളവരെ, ഉലമാക്കൾ പഠിപ്പിക്കുന്നു മാതാപിതാക്കളോടുള്ള വേദന, അവരെ വേദനിപ്പിക്കുന്നത്, അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ഏതൊക്കെ തരത്തിലാണ്? ഒന്ന്, ഇബ്കാഉഹുമാ ഇബ്കാഉൽ വാലിദൈനി വതഹ്സീനുഹുമാ, മാതാപിതാക്കളെ കരയിക്കലാണ്, അവരെ വിഷമിപ്പിക്കലാണ്. മാതാപിതാക്കളെ ശ്രദ്ധിച്ചു കേൾക്കണം, ശ്രദ്ധിച്ചു കേൾക്കണം. മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവർ, പീഡിപ്പിക്കുന്നവർ, അവർ ശപിക്കപ്പെട്ടവരാണ്, അവർക്ക് സ്വർഗപ്രവേശനമില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞെങ്കിൽ ആ മാതാപിതാക്കളുടെ ഉഖൂഖുകളിൽ പെട്ടത് എന്തൊക്കെയാണ്? നമ്മൾ വിചാരിക്കുക അടിക്കുക ഇടിക്കുക അല്ല, കേട്ടോളി. ഇബ്കാഉൽ വാലിദൈൻ, മാതാപിതാക്കളെ കരയിക്കരുത്. നമ്മുടെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ നമ്മളിൽ നിന്നുമുള്ള ഒരു അസ്വസ്ഥതയും നമ്മളിൽ നിന്നുമുള്ള ഒരു അസ്വീകാര്യതയും കാരണം മാതാപിതാക്കൾക്ക് വിഷമമുണ്ടായി അവർ കരഞ്ഞു പോകും. ഇബ്കാഉൽ വാലിദൈൻ, മാതാപിതാക്കളെ കരയിക്കരുത്. വതഹ്സീനുഹുമാ, കരയിക്കണ്ട, അവരെ നീ വിഷമിപ്പിക്കുകയും ചെയ്യരുത്. സവാഉം ബിൽ ഖൗലി ഔ ബിൽ ഫിഅലി, വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മാതാപിതാക്കളെ നീ ഒരു കാരണവശാലും വേദനിപ്പിക്കരുത്, കരയിപ്പിക്കരുത്. മാതാപിതാക്കളെ തെറി പറയുന്നതിലൂടെയും. സഹാബാക്കൾ ചോദിച്ചു, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മിനൽ കബായിരി, വൻപാപങ്ങളിൽ പെട്ടതാണ് ശത്മുർ റജുലി വാലിദൈഹി, മാതാപിതാക്കളെ ഒരാൾ ചീത്ത വിളിക്കുക എന്നത് വൻപാപം. ഖാലു, സഹാബാക്കൾ ചോദിച്ചു, ഹൽ യസ്തിമുർ റജുലു വാലിദൈഹി, നബിയെ എന്താണ് ഈ പറയുന്നത്? ആരെങ്കിലും തന്റെ മാതാപിതാക്കളെ തെറി പറയുമോ, ചീത്ത വിളിക്കുമോ നബിയെ? ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നഅം, തെറി പറയും. യസുബ്ബു അബർ റജുലി ഫയസുബ്ബു അബാഹു ഫയസുബ്ബു ഉമ്മർ റജുലി ഫയസുബ്ബു ഉമ്മഹു. തന്തയ്ക്ക് വിളിക്കുക, തള്ളയ്ക്ക് വിളിക്കുക, നമ്മുടെ ഒരു സംസ്കാരമാണല്ലോ. നീ എന്താ തന്തയ്ക്ക് എന്താണ് വിളിച്ചത്? പാവം, അങ്ങേര് പള്ളിയിൽ തസ്ബീഹും ചൊല്ലി ദിക്റും ചൊല്ലി ഇരിക്കുന്ന മനുഷ്യനായിരിക്കും. ബഹുമാനമുള്ള സഹോദരങ്ങളെ മനസ്സിലാക്കി. അപ്പൊ ചീത്ത വിളിക്കുക, വാപ്പയെ ഉമ്മയെ എന്നൊക്കെ പറഞ്ഞ് നമ്മളിപ്പോ തന്തയ്ക്ക് വിളിക്കരുത്. അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, തന്തയ്ക്ക് വിളി തന്നെ. ഒരാൾ ഒരാളുടെ വാപ്പയെ ചീത്ത വിളിക്കുന്നു, അപ്പൊ ഇവനവന്റെ വാപ്പയെ വിളിക്കും, ചീത്ത വിളിക്കും. അല്ലേ? നിന്റെ വാപ്പ അങ്ങനത്തവനാണ്, നിന്റെ വാപ്പ അങ്ങനത്തവനാണ്. തീർന്നില്ലേ? പാവം, മൂപ്പിലാൻ പള്ളിയിരുന്ന് ഖുർആൻ പഠിക്കായിരിക്കും. ആ ഖുർആന്റെ നടുക്കായിരിക്കും ഇടുത്തി വീഴുന്നത്. എന്റെ മക്കളുടെ വകയായിട്ട്, എന്റെ മക്കളുടെ വകയായിട്ട് 2 ഡോസ്. ഒരാൾ ഒരു പുരുഷന്റെ പിതാവിനെ ചീത്ത വിളിക്കുന്നു, അപ്പോൾ ഇത് കേട്ടിട്ട് ഇവനും അവന്റെ വാപ്പായെ വിളിക്കുന്നു. ഒരാള് തന്റെ ഉമ്മായെ ചേർത്ത് വിളിക്കുന്നു, അപ്പോൾ അത് കേട്ടിട്ട് ഇവനും ഇവന്റെ ഉമ്മാക്ക് വിളിക്കുന്നു. അപ്പോ ഈ വാക്ക് അസ്തഗ്ഫിറുല്ലാഹ് വൻ പാപങ്ങളിൽ പെട്ടതാണ്. മാതാപിതാക്കളെ ചീത്ത നീ വിളിച്ചില്ല എങ്കിലും മറ്റുള്ളവനെ കൊണ്ട് നിന്റെ വാപ്പാക്കും ഉമ്മാക്കും എതിരെ നീ ചീത്ത വിളിപ്പിക്കുകയാണ്. അത് വൻ പാപങ്ങളിൽ പെട്ടതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളൊക്കെ നിസ്സാരമായിട്ടല്ലേ ഇതൊക്കെ വിളിക്കണം, അല്ലേ? ജംഗ്ഷനിൽ കിടന്ന് എത്ര പേരെ വിളിക്കണം? എന്തിനാ സുഹൃത്തെ? ഒഴിവാക്ക്, തൗബ ചെയ്യ്. ആരുടെയും വാപ്പാക്ക് വിളിക്കല്ലേ, ആരുടെയും ഉമ്മാക്ക് വിളിക്കല്ലേ. ചിലപ്പോ സാലിഹീങ്ങളായ സഹോദരങ്ങളായിരിക്കും, സാലിഹീങ്ങളായ മാതാപിതാക്കളായിരിക്കും. അവരുടെ വാപ്പാക്കും ഉമ്മാക്കും നമ്മൾ വിളിക്കരുത്, ഒരിക്കലും വിളിക്കരുത്. വിദ്വേഷം ഉണ്ടെങ്കിൽ പരസ്പരം നിങ്ങൾ പറഞ്ഞു തീർക്ക്. വീട്ടിൽ ഇരിക്കുന്ന ഇബാദത്ത് ചെയ്യുന്ന സാധാരണക്കാരായ സാലിഹീങ്ങളെ എന്തിന് ചീത്ത വിളിക്കണം, തെറി പറയണം? ഒരിക്കലും പറയണം. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പറയല്ലേ, മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അല്ലാഹു ആർക്കെങ്കിലും ഒരു ഇതിൽ നിന്നൊരു ഗുണം ഉണ്ടായാൽ അവരതിൽ നിന്ന് പശ്ചാത്തപിച്ചു മടങ്ങി രക്ഷപ്പെട്ടില്ലേ. അല്ലാഹു അതിനെ തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഈ അമൽ സ്വാലിഹായ അമലാക്കി അല്ലാഹു അംഗീകരിക്കുമാറാകട്ടെ. അപ്പോൾ ഒന്ന്, ഇബ്കാഉൽ വാലിദൈനി വതഹ്സീനുഹുമാ. 2, നഹ്റുഹുമാ വസജ്റുഹുമാ ബിറഫഇസ് സൗതി വഇഗ്ലാ വൽ ഇഗ്ലാൽ. പരുഷമായ സംസാരത്തിലൂടെയും ശബ്ദമുയർത്തിയും മാതാപിതാക്കളോട് കയർത്ത് സംസാരിക്കുക, അവരെ വിരട്ടുക. വലാ തൻഹറുഹുമാ, അവരെ നിങ്ങൾ വിരട്ടരുത്, പരുഷമായി സംസാരിക്കരുത്. വിരട്ടല്
പരുഷമായി സംസാരിക്കല്, ശബ്ദം ഉയർത്തി സംസാരിക്കുക, ഇത് ഇതിൽപ്പെട്ടതാണ്. ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നതിൽ പെട്ടതാണ്, ബുദ്ധിമുട്ടിക്കുന്നതിൽ പെട്ടതാണ്. അതുകൊണ്ട് അതും ഉലമാക്കൾ നമുക്ക് വരച്ചു കാണിച്ചിരിക്കുകയാണ്. ഇതും ഏറ്റവും വലിയ ശിക്ഷയ്ക്ക് അർഹനാകുമെന്ന് കാത്തുരക്ഷിക്കട്ടെ. മൂന്നാമത് അത്തഅഫ്ഫുഫു വത്തളജ്ജുറു മിൻ അംരിഹിമാ, അവരുടെ വാക്കുകൾ അംഗീകരിക്കാതെ അതിനെ അവഗണിച്ചുകൊണ്ട് മനുഷ്യ എന്ന് പറഞ്ഞ് ആട്ടിപ്പായിക്കുക, തള്ളിക്കളയുക. എന്ന ഒരു വാക്ക് നീ പറഞ്ഞു പോകരുത്. അങ്ങനെ പറയൽ മാതാപിതാക്കളെ ഉഖൂഖ് ചെയ്യുന്നതിൽ വേദനിപ്പിക്കുന്നതിന്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അടുത്തത് അൽ അബൂസ് വതഖ്തീബുൽ ജബീൻ അമാമഹുമാ, മാതാപിതാക്കളുടെ മുഖത്ത് നോക്കി മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് നെറ്റി ചുളിച്ച് കാണിക്കുക. സംസാരിക്കൂല, പറയൂല. എന്താ? ഒരു വെറുപ്പുള്ളത് കൊണ്ടല്ലേ, വെറുപ്പുള്ളത് കൊണ്ടല്ലേ മാതാപിതാക്കളെ നോക്കിയിട്ട് എന്ത് ചെയ്യാൻ എന്നിട്ടൊന്നും ഒരു കാര്യമില്ല, പോട്ടെ. അങ്ങനെ നീ നെറ്റി ചുളിക്കല്ലേ, അങ്ങനെ നീ പിറുപിറുക്കല്ലേ. അങ്ങനെ ചെയ്തു പോയാലും ഇതും ഹുഖൂഖുകളിൽ പെട്ടതാണ്. മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നതിലും ശിക്ഷ ഏറ്റുവാങ്ങുന്നതിലും നരകത്തിലേക്ക് പോകുന്നതിന് കാരണമാണ് നെറ്റി ചുളുക്കൽ, നെറ്റി ചുളുക്കൽ. അടുത്തത് അന്നദറു ഇലൈഹിമാ സജ്റാ, തുറിച്ചു നോക്കുക. ഉണ്ടായിരുന്നോട്ടാ. ആരെങ്കിലും ഒക്കെ വരുമ്പോ ചിലപ്പോ മോനെ ഒരു പഴം എനിക്കൂടെ തട കൊടുക്കും, ആരെങ്കിലും ഭീഷണിപ്പെടുത്തും. ഉമ്മുമ്മ അപ്പം മിണ്ടാതെ കഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പറയാ, നല്ല സാധനം ഒന്നും കൊടുക്കും, എല്ലാം കൊണ്ടാട്ടിക്ക് കൊണ്ട് കൊടുക്കും. പെണ്ണും പിള്ളക്ക് അവള് തിന്നട്ടെ, അവള് ഇന്ന് കൊഴുത്ത് പറ്റ തള്ള ഇന്ന് കവറിപ്പോ ഉള്ള ഇനി അവകന്ത കൊടുക്കാനാ. അപ്പൊ ഇത് ഈ പൂവമ്പട ഈ തള്ള കാണുമ്പോ മോനെ ഓർമ്മ എനിക്കൂടെ അപ്പൊ രണ്ട് വിരുന്നുകാർ ഇവിടെ അടുത്തിരിക്കും. ഉടനെ ചോർച്ചു നോക്കി ഭീഷണിപ്പെടുത്തുക. നിന്റെ ഒരു നോട്ടം മതി നിന്നെ നരകത്തിലേക്ക് കൊണ്ടിടാൻ. നിന്റെ ഒരു നോട്ടം മതി. ബഹുമാനമുള്ള സഹോദരൻ മനസ്സിലാക്കി, ഒരു നോട്ടം മതി. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹാബികൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മാ ബർറ വാലിദഹു വലദഹു മൻ ശദ്ദൻ നളറ ഇലൈഹിമാ, ഒരാൾ തന്റെ മാതാപിതാക്കളുടെ മുഖത്ത് എന്താ തുറിച്ചു നോക്കിയാൽ അവൻ എത്ര നന്മ ചെയ്താലും അവന്റെ നന്മ കൊണ്ട് യാതൊരു പുണ്യവുമില്ല. തുറിച്ചു നോക്കുക. അപ്പോ അങ്ങനെ തുറിച്ചു നോക്കലും ഇതിൽപ്പെട്ടതാണ്, മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നതിൽ പെട്ടതാണ് അങ്ങനെ നോക്കൽ. അടുത്തത് അൽ അംറു അലൈഹിമാ, മാതാപിതാക്കളോട് കൽപ്പിക്കൽ. ഇതേപോലെ കമാ യഅ്മുറു ബികൻസിൽ ബൈത്ത് ബികൻസിൽ മൻസിൽ, വീടിന്റെ ഉദ്യാനൊക്കെ ഒന്ന് തൂത്തിടുമ്മ, ആ മുറിയൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കുമ്മ. ബികൻസിൽ മൻസിൽ, വീട് തൂക്കാൻ ഉമ്മയോട് ആരെങ്കിലും കൽപ്പിച്ചാൽ അവൻ നാളെ നരകത്തിന്റെ അവകാശി. അല്ലാഹ്, എന്താപ്പാ ഇത് നിങ്ങൾ കരുതിയത്? ഞാൻ അതാ ഇബാറത്തടക്കം പറയണത്. ഞാൻ മലയാളത്തിൽ പറഞ്ഞ എവിടുന്ന് കിട്ടി മുസ്ലിയാരെന്ന് ചോദിക്കുന്നത്. കൽപ്പനയുടെ സ്വഭാവത്തിൽ ഇപ്പൊ ആള് വരുന്ന അറിയില്ല, തൂത്ത് വൃത്തിയാക്ക്. വീട് തൂത്ത് വൃത്തിയാക്കാൻ. ഈ വസ്ത്രമൊക്കെ എടുത്തൊന്ന് കഴുകിയിട്. അല്ലാഹ്, ആരോടാ നീ പറയുന്നത്? ഉമ്മയോടാണ് പറഞ്ഞ വസ്ത്രം കഴുകാൻ, ഉമ്മയോടാണ് പറഞ്ഞ വീട് തൂക്കാൻ. ആഹാരം ക്ലിയർ ആക്കി റെഡിയാക്കി വെക്കണം. ഞാൻ 5 കൂട്ടുകാരുമായിട്ട് 2 മണിയാകുമ്പോൾ